ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഗീതുവും വിജയവും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. അറയ്ക്കൽ നടന്ന ആ സംഭവങ്ങളുണ്ടല്ലോ, വരുണും അതുപോലെ നമ്മുടെ സുവർണയെയും ഗസ്റ്റ് ഹൗസിൽ വച്ച് പിടിച്ച ആ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വരുണും രാധികാമ്മയും സുവർണയും എല്ലാവരും കൂടി ചേർന്നിട്ട് കിഷോറിനെയും നമ്മുടെ ഗീതുവിനെയും തമ്മിൽ ട്രാപ്പിലാക്കാനായിട്ട് നോക്കി ആ സംഭവം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വിജയലക്ഷ്മിയോട് തുറന്ന് പറയുകയാണ്. എന്നിട്ട് ഗീതു പറയുകയാണ്, അമ്മേ അവസാന നിമിഷത്തിൽ കണ്ണേട്ട മറുകണ്ഠം ചാടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അതാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആ ഒരു ചാൻസ് ഉണ്ടായതിന് കാരണം അതുതന്നെയാണ്. കണ്ണേട്ടനെ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അപ്പോൾ ഉടനെ നമ്മുടെ വിജയലക്ഷ്മി പറയണം, മോളെ ഇതൊക്കെ നീ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ സ്വന്തം മകനെ, അതായത് വരുണിനെ പുറഞ്ചാണ്ടി നിന്നിട്ടാണ് ഗോവിന്ദിനെ അവൾ പ്രീതിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. വരുണിനെ തള്ളിപ്പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രസവിച്ച മകനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് കണ്ണനോടാണ് എന്ന് പറഞ്ഞാണ് അവൾ ഗോവിന്ദിനെ പാട്ടിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി നാളൊരു സമയം അവളുടെ ഈ കള്ളക്കളിയിൽ പൊളിയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വരുണിനെ കൊലയ്ക്ക് കൊടുത്ത് ഗോവിന്ദിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനും അവൾ മടിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതു പറയണം, അതെ അമ്മേ, അവരുടെ ക്യാരക്ടർ ഏകദേശം എനിക്കും അറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അവരുടെ ഈ കള്ളത്തരങ്ങളൊക്കെ വെളിപ്പെടുത്താനുള്ള ഒരു കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണം, നീ വിചാരിക്കുന്ന കണക്ക് നീ എന്തെങ്കിലും കൊണ്ടുവന്ന് കാട്ടിക്കൊടുത്തെന്നും പറഞ്ഞ് ഗോവിന്ദ് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അവൻ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഇനി നീ ഓരോരോ തെളിവുകളൊക്കെ ശേഖരിച്ച് മുന്നിൽ കൊണ്ട് വയ്ക്കാതെ അപ്പോഴുള്ള കാര്യങ്ങൾ അവൻ്റെ കണ്ണാലെ നീ കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപക്ഷെ രാധികയുടെ തനിഗുണം മനസ്സിലാക്കും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗീതു പറയണം, അല്ലമ്മേ, എൻ്റെ കയ്യിൽ അതിന് പറ്റിയൊരു തെളിവുണ്ട്. അതായത് അന്ന് സുവർണയും രാധികാമ്മയും വരുണും ഒക്കെ അവർ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാവുകയാണെങ്കിൽ അത് കിഷോർ തന്നെയാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അത് എങ്ങനെയും കണ്ടെത്തി തരാമെന്ന് എനിക്ക് അവർണിക വാക്ക് തന്നിട്ടുണ്ട്. അത് കിട്ടുവാണെങ്കിൽ പിന്നെ എല്ലാം എളുപ്പമാണ്. അത് കണ്ടു കഴിയുമ്പോൾ കണ്ണേട്ടന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അത് കഴിയുമ്പോൾ കണ്ണേട്ടൻ തന്നെ അവരെ അടിച്ച് അവിടുന്ന് കളഞ്ഞോളും എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയുകയാണ്, അങ്ങനെ ഒരു നല്ല ദിവസം ഉണ്ടായാൽ മതിയായിരുന്നു. ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് മോളെ. അങ്ങനെയാണെങ്കിൽ എന്നോടുള്ള ഗോവിന്ദിൻ്റെ എല്ലാ പിണക്കങ്ങളും മാറും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, പക്ഷേ ഒന്നും എന്നോട് പറയില്ലല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം ഗീതു പറയണം, അമ്മേ, പിന്നെ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ചില സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കും എന്ന് പറയണം. അപ്പോൾ വിജയലക്ഷ്മി കാര്യം തിരക്കുകയാണ്. അപ്പോൾ പറയണം, അമ്മയുടെ മോളില്ലേ രഞ്ജുവിനെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും. രഞ്ജു സ്നേഹത്തോടു കൂടി അമ്മയെ എന്ന് വിളിക്കും ഈ മുഖത്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ എനിക്ക് അമ്മ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ ശുദ്ധ സംഗീതത്തിൽ തൊട്ടാൽ അത് സത്യം ചെയ്തിരിക്കുന്നത്, അതമ്മ പാലിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വിജയം പറയുകയാണ്, അതേ മോളെ, ഞാനത് പാലിച്ചിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. എന്നാലേ ഈ സംഭവങ്ങളൊക്കെ മംഗളമാക്കാനുള്ള മജീഷ്യനെയും കൊണ്ട് അജാസിക്ക ഇപ്പം ഇങ്ങ് എത്തും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാറ് വരികയാണ്. കാറിൽ നിന്ന് നമ്മുടെ ധ്യാൻ ഇറങ്ങുകയാണ്. ധ്യാനെ കണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടുകയാണ്. അങ്ങനെ നമ്മുടെ ധ്യാനെയും കൂട്ടി അജാസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ധ്യാനോട് ചോദിക്കണം, മോനെ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ധ്യാനാണെങ്കിൽ വിജയലക്ഷ്മിയുടെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മേ, ഞാൻ ഇത്രയും നാൾ ശിവരഞ്ജിനിയെ മറന്ന് ഞാൻ മാറി ദൂരെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇനി എനിക്ക് പറ്റില്ല അതിന്. കാരണം അതായത് ഗീതു കാരണമാണ് ഞാൻ അറിയുന്നത് ശിവരഞ്ജിനി ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ഇനി എന്തൊക്കെയാണെങ്കിലും എനിക്ക് അവളെ കൂടെ ജീവിക്കണം, അതിന് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, മോനെ, ഡോക്ടർ നിന്നോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരിക്കലും ഭാര്യാഭർത്തൃ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഉടനെ നമ്മുടെ
ഗീതു ഇടയ്ക്ക് കയറി പറയുകയാണ്, അതിനെന്താ അമ്മേ കുഴപ്പം? നല്ല അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് റിയലായിട്ട് കഴിയാൻ പറ്റിയില്ലെങ്കിൽ അവരൊന്ന് പ്രണയിച്ച് കഴിഞ്ഞോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എത്ര നാൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ധ്യാൻ പറയുകയാണ്, അമ്മേ എൻ്റെ ആഗ്രഹം ഇവിടെ ഞാൻ ഇനി ഒരാഴ്ച ഉണ്ടാവുള്ളൂ, ഇതിനകത്ത് നമ്മുടെ രഞ്ജുവിനെ വിവാഹം കഴിച്ചിട്ട് ഞാൻ അങ്ങ് തിരിച്ച് കാനഡയിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് വാട്സപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളും അങ്ങനെ നമ്മുടെ പ്രണയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അത് എത്ര നാൾ അങ്ങനെ തുടരാൻ നിങ്ങൾക്കൊണ്ട് പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, അമ്മേ ശിവരഞ്ജിനി എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറി എല്ലാവരും സ്വീകരിച്ച് ഒരിടത്ത് ഇരുത്തുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അങ്ങനെ അവിടെ ഇരുന്ന് അവർ പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കവേ, അതായത് കാനഡയിൽ പോയ സാഹചര്യം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ധ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ധ്യാൻ നല്ലതുപോലെ നമ്മുടെ ഗീതുവിനെ പുകഴ്ത്തി പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഈ ഗീതാഞ്ജലി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അന്ധതയിൽ തന്നെ ഇരുന്നേനെ. എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഈ ഗീതാഞ്ജലിയാണ്. ഇപ്പോഴും എനിക്ക് വേണ്ടി രഞ്ജു കാത്തിരിക്കുന്നു എന്ന് എന്നെ അറിയിച്ചതും ഒക്കെ ഈ ഗീതാഞ്ജലിയാണ്. അതുകൊണ്ട് എനിക്ക് ഗീതാഞ്ജലി ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനെ നമ്മുടെ ഗോവിന്ദിൻ്റെ കോള് വരികയാണ്. ഹോസ്പിറ്റലിലോട്ട് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഗീത് പറയണം, ആ ശരി കണ്ണേട്ട ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അതിനുശേഷം ഗീത് പറയണം, എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ശിവരഞ്ജിനെ ഇവിടെ കൊണ്ടുവരണം, അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ അത് പോരെങ്കിൽ കണ്ണേട്ട ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്, എന്താ ഇപ്പോൾ കണ്ണേനോട് പറയുക എന്നിങ്ങനെ പറയുമ്പോൾ അജാസ് പറയണേ, എൻ്റെ പെങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ പെങ്ങളുടെ റൂട്ടൊക്കെ ക്ലിയറാണ്, അതുകൊണ്ട് ഈശ്വര സമയത്ത് എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരാതിരിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിലാസിനിയാണെങ്കിൽ കൊറിയറിൽ ഫുഡൊക്കെ വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് 100 രൂപ കൊടുക്കേണ്ടതിന് പകരം 500 നോട്ടെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബാക്കി 400 രൂപ ടിപ്പായിട്ട് വെച്ചോളൂ, നാളെയും ഞാൻ വിളിക്കും, അപ്പോൾ എനിക്കിതുപോലെ ഫുഡ് കൊണ്ടുതരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ വരുണും അതുപോലെ നമ്മുടെ പ്രിയമോളും എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്, ഭദ്രൻ ഉൾപ്പെടെ. ഇത് എവിടെ നിന്നാണ് വിലാസിനെ നിനക്ക് ഇത്രയും പൈസയെന്ന് ഭദ്രൻ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എവിടെ നിന്നാണെന്ന്, അതുകൊണ്ട് ഇത് പറയാൻ എനിക്ക് മനസ്സില്ല, എനിക്കൊരു ബാങ്കാണ് പൈസ തരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഇത് ആരോടും വെളിപ്പെടുത്തരുതെന്ന്, അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിലാസിനി അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയമോളും അതുപോലെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വിനോദും നിൽക്കുകയാണ്. അപ്പോൾ വിനോദ് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് ഇത്രയും പൈസ എവിടെ നിന്നാണ് എന്തോ, എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, പൈസ ഇല്ലാത്തത് എൻ്റെ കയ്യിൽ മാത്രമാണ്, ഞാൻ എല്ലാം മുറുകെ പണിയെടുക്കും, പക്ഷേ പൈസ എല്ലാം ഊറ്റുന്നത് നീയല്ലേ എന്നിങ്ങനെ പ്രിയമോളോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയ പറയുകയാണ്, അതേ ഞാൻ ഇങ്ങനെ നിന്നെ ഒതുക്കിയെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിന് കാരണേ ഗീതുവച്ചിയാണ്, ഇനിയുണ്ടല്ലോ നിൻ്റെ അച്ഛനെയും അമ്മയെ കൂടെ ഞാൻ ഒതുക്കിയെടുക്കും. അപ്പോൾ പ്രിയമോൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ വിനോദ് പറയണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്താ എൻ്റെ അച്ഛനെയും അമ്മയെ കൂടി ഒന്ന് ഒതുക്കിയെടുത്തൂടെ? അപ്പോഴാണ് പ്രിയമോൾ പറയുന്നത്, അതിനെ അധികം വൈകാതെ തന്നെ അവരെയും ഞാൻ ഒതുക്കിയെടുക്കും എന്നിങ്ങനെ പ്രിയമോൾ പറയുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്തിന് തന്നെ നമ്മുടെ രാധികാമ്മ പ്രിയമോളെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയമോളുടെ മനസ്സിലേക്ക് പിരികയറ്റുകയാണ്. രാധികാമ്മ പറയുകയാണ്, പ്രിയേ നിന്നെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയം കഴിഞ്ഞു, ആർഭാടമായിട്ട്, അതായത് അറയ്ക്കൽ കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് അറയ്ക്കൽ കുടുംബത്തിലേക്ക് ജനിക്കാനിരിക്കുന്നത്, അത് നിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ എന്നിട്ട് നിന്നെ ആർഭാടത്തോടു കൂടി ചടങ്ങൊക്കെ നടത്തി ഈ വീട്ടിലേക്ക് പ്രസവത്തിന് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യത്തിൽ നിൻ്റെ ഏട്ടന് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ പ്രിയമോൾ പറയണം, അത് അമ്മേ ഏട്ടൻ്റെ തിരക്കുകളും കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, ഒരു തിരക്കുമില്ല പ്രിയമോളെ, ഇപ്പോൾ ആ രഞ്ജു എന്ന് പറയുന്നവൾ അവൻ്റെ ആരുമല്ലല്ലോ, അവനിപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഏത് നേരവും കൂട്ടിയിരിക്കുന്നത്, AGM ഇപ്പോൾ പോവാറേ ഇല്ല എന്ന് പറയുകയാണ്. അവൾ മാത്രമല്ല അവനും, ഇന്ന് അവളെ ഡിസ്ചാർജ് ചെയ്ത് ഈ വീട്ടിൽ കൊണ്ടുവരും. ഇപ്പോൾ ഗീതുവും ഗോവിന്ദും കൂടെ അവളെയാണിപ്പോൾ അനിയത്തിയായിട്ട് അരിയിട്ട് വാഴ്ത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് പറയുമ്പോഴത്തേക്ക് പ്രിയമോൾ പറയണേ, ഇല്ലമ്മേ എൻ്റെ ഏട്ടൻ ഒരിക്കലും എന്നെ തള്ളി പറയാനൊന്നും പറ്റില്ല, എൻ്റെ ഏട്ടന് എന്ന് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ട കുഞ്ഞനിജത്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, അല്ല പ്രിയേ, അത് കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലേ നീ ഇങ്ങോട്ടിങ്ങ് പോര്, നീ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്, ഇവിടെ വന്ന് നീ എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ, നിൻ്റെ
നിൻ്റെ ഏട്ടനെ പണ്ടായിപ്പോയി നിന്നോട് സ്നേഹം, ഇപ്പോൾ അവന് രഞ്ജു കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാധികാമ്മ. ഇത് കേട്ടിട്ടാണെങ്കിൽ അതങ്ങനെ വിട്ടു കളഞ്ഞാൽ പറ്റില്ലല്ലോ, ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വരും അമ്മേ എന്ന് പറഞ്ഞിട്ട് പ്രിയമോൾ വയലൻ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ അവിടെ നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി എല്ലാ കാര്യങ്ങളും പ്രിയ നോക്കിക്കോളും. എന്തായാലും പ്രിയയുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ ഗോവിന്ദനെ കൊണ്ടാവില്ല. ഇന്ന് തന്നെ എന്തായാലും രഞ്ജു ആരാണ് എന്ന് പ്രിയയെ കൊണ്ട് ഗോവിന്ദനോട് ചോദിപ്പിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ നാവിൽ നിന്ന് തന്നെ വരും അവൻ്റെ പെങ്ങളാണ് എന്നുള്ള കാര്യം. അവൻ്റെ അമ്മ പ്രസവിച്ച സ്വന്തം പെങ്ങളാണ് രഞ്ജു എന്നുള്ള കാര്യം അവൻ തന്നെ പ്രിയയുടെ മുഖത്ത് നോക്കി പറയും എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി പ്രിയമോൾ തന്നെ രഞ്ജുവിനെ എന്നേക്കുമായിട്ട് അറയ്ക്കൽ നിന്ന് അടിച്ചിറക്കും. എന്നോടാണ് എല്ലാവരുടെയും കളി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മി നേരത്തെ നമ്മുടെ രാധികാമ്മയെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതായത് ഒരു ദിവസം രാധികാമ്മയുടെ അടുത്ത് നമ്മുടെ വിജയലക്ഷ്മി വരുന്ന സമയത്തിന് വരുണും നമ്മുടെ രാധികാമ്മയും ചേർന്നിട്ട് തടയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നമ്മുടെ വിജയം നമ്മുടെ രാധികയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നീ ഇപ്പം എന്നെ തടഞ്ഞു, ഒരു ദിവസം നീ നിൻ്റെ മകനും ഒന്നുമില്ലാത്തവരായിട്ട് ഈ അറയ്ക്കലിൻ്റെ പടി ഇറങ്ങേണ്ടി വരുന്നത് ഞാൻ കണ്ടു നിൽക്കും എന്നൊക്കെ പറഞ്ഞ കുറേ വെല്ലുവിളികൾ. പിന്നെ രഞ്ജുവിനെ ഗോവിന്ദ് അവിടെ കൊണ്ടുവന്ന സംഭവം ഒക്കെ ഉണ്ടല്ലോ, ബർത്ത്ഡേയിലെന്ന് ഇത് എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആ ഒരു സംഭവമൊക്കെ നമ്മുടെ രാധികാമ്മ ഓർത്തെടുക്കുകയാണ്. അതുമാത്രമല്ല ഒരു ദിവസം രാധികാമ്മ ഗോവിന്ദൻ്റെ മുഖത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ചോദിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജുവിന് ഒരു സങ്കടവും ഇവിടെ ആരും ഉണ്ടാക്കാൻ പാടില്ല, രഞ്ജുവിനെ വേദനിപ്പിക്കുന്നവർ അറയ്ക്കലിൻ്റെ പടിക്ക് പുറത്താണെന്ന് പറയുമ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ടല്ലോ, ഇത്രയും പ്രാധാന്യം നീ ഇവൾക്ക് കൊടുക്കാൻ ഇവൾ നിൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ എല്ലാമാണ്, അന്നും ഇന്നും എന്നും എന്ന് ഗോവിന്ദ് പറയുന്ന ആ സംഭവമൊക്കെ ഓർത്തിട്ട് നമ്മുടെ രാധികാമ്മ പിരി വെട്ടി നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.